എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 1 ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ജന്മദിനമാണിന്ന്. കൂടാതെ മലയാള ഭാഷാ ദിനം കൂടിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് വളരെ മുൻപ് തന്നെ മലയാളം സംസാരിക്കുന്നവരുടേതായ ഒരു സംസ്ഥാനമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും സംസ്ഥാന പുനഃസംഘടന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. 1949 തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ കൂടാതെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുണ്ടായിരുന്ന മലബാറും ചേർന്ന് ഒരു ഐക്യ കേരളം അന്ന് രൂപപ്പെട്ടു. എന്നിരുന്നാലും 1956 നവംബർ 1 ഇന്നത്തെ 14 ജില്ലകൾ ഉൾപ്പെടുന്ന കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരളത്തിലെ ഭാഷ മലയാളമാണെങ്കിലും ഓരോ ജില്ലയ്ക്കും തനതായ സംസാര ശൈലി ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ വാക്കും അച്ചടി ഭാഷയിലും നീട്ടിയും കുറുക്കിയും ഒക്കെ സംസാരിക്കുന്നത് വളരെയധികം കൗതുകകരവും രസകരവുമാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അത്ഭുതാവഹമായ വളർച്ച വിവിധ മേഖലകളിലും ഉണ്ടായി. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വിവേകാനന്ദൻ മുതൽ ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തകരും നവോത്ഥാന പ്രസ്ഥാനങ്ങളും നമ്മുടെ വികസനത്തിന് ആക്കം കൂട്ടി എന്ന് പറയാം. ഇന്ന് അന്തർദേശീയ തലത്തിൽ കേരള മോഡൽ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ആയുർ ദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് കേരളമാണ്. ഗുണമേന്മയുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിൽ നിന്നും പലതും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ ആളാണ് നമ്മളുടെ നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛനും ഉള്ളൂരും ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പാടിയ വള്ളത്തോൾ മഹാകവിയും നമ്മളുടെ ഭാഷയുടെ അഭിമാനങ്ങളായ കവിത്രയങ്ങളാണ്. സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, കേരവൃക്ഷങ്ങളുടെ നാട്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട്, കഥകളി, കളരിപ്പയറ്റ്, ഓട്ടംതുള്ളൽ എന്നിവയുടെ നാട്, മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാട് എന്നിങ്ങനെ നമ്മുടെ നാടിൻ്റെ വിശേഷണങ്ങൾ ഒട്ടനവധിയാണ്. പ്രകൃതിയുടെ മുഴുവൻ സൗന്ദര്യവും ഒപ്പിയെടുക്കാൻ കഴിയുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകളാൽ സമ്പന്നമാണ് കേരളം. അറബിക്കടലിലെ ആകർഷകങ്ങളായ ബീച്ചുകളും കായലുകളും ലഗൂണുകളും വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന 44 നദികളും വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും വനങ്ങളും പുൽമേടുകളും പശ്ചിമഘട്ട മലനിരകളും പ്രകൃതിയുടെ മുഴുവൻ സൗന്ദര്യം ഒത്തുചേർന്ന് പ്രകൃതി രമണീയമായ കാഴ്ചകളാൽ സമ്പന്നമായ കേരളത്തെ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ലോകത്തിലെ 10 പർദീസകളിൽ ഒന്നായി കേരളത്തെ ലോക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ വർഷവും വർണ്ണാഭമായ ആഘോഷങ്ങളിലൂടെ കേരളപ്പിറവി നാം ആഘോഷിക്കാറുണ്ട്. എന്നാൽ COVID-19 എന്ന മഹാമാരിയുടെ ഇക്കാലത്ത് ഗവൺമെൻറ് നിർദ്ദേശങ്ങൾക്കനുസരണമായി മാസ്ക് വെച്ച് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും ജാഗ്രതയോടെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ അത്യപൂർവമായ കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഗുണമേന്മയുള്ള സാർവത്രിക വിദ്യാഭ്യാസം നേടുന്നതിന് നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമെന്ന നേട്ടം കേരളം സ്വന്തമാക്കിയിരിക്കുന്നു. ഉയർന്ന സാംസ്കാരിക ബോധമുള്ളവരാണ് മലയാളികൾ. 2018-ലും 2019-ലുമുള്ള വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ അതിജീവിച്ചവരാണ്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി, അതിനെയും നമ്മൾ മറികടന്നു. എന്നാൽ ഈ COVID-19 നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.